നമസ്കാരം. കേരളത്തിലെ 20 മണ്ഡലങ്ങളെയും സ്പർശിച്ചുകൊണ്ട് കടന്നു പോകുന്ന മീഡിയ ഗ്രാമത്തിന്റെ ഈ അവലോകനം ഇന്ന് നമ്മൾ ചെന്നെത്തി നിൽക്കുന്നത് കാസർഗോഡ് മണ്ഡലത്തെക്കുറിച്ചാണ്. അങ്ങ് വടക്കിന്റെ സപ്തഭാഷാ സംഗമഭൂമി. സപ്തഭാഷാ സംഗമഭൂമിയിൽ എല്ലാ ഭാഷകളും ഉണ്ടെങ്കിലും മലയാളത്തിന്റെ തെക്ക് ഭാഗത്ത് നിന്ന് അവിടെ എത്തിയ രാജ്മോഹൻ ഉണ്ണിത്താനാണ് ഇപ്പോൾ കളം പിടിച്ചു നിൽക്കുന്നത്. ഒപ്പം തന്നെ CPM-ന്റെ കോട്ടകൊത്തളം എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ AKGയുടെ പാരമ്പര്യം കൂടി ഉൾക്കൊള്ളുന്ന ചരിത്രത്തിൽ അങ്ങനെയൊരു ലിഖിതമുള്ള കാസർഗോഡിന്റെ മണ്ണിൽ തീപാറുന്ന പോരാട്ടമാണ് നടക്കുന്നത്. BJP വളരെ ശക്തരാണെങ്കിലും കാസർഗോഡ് മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ ഒഴികെ അവർക്ക് വലിയ സ്വാധീനമില്ല. 1,75,000 വോട്ടുകൾക്കപ്പുറം അവർ പോകാറില്ല. ഇതുവരെ 4.5 ലക്ഷത്തോളം വോട്ടുകൾ പിടിച്ചാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ BJPക്ക് വലിയതൊന്നും ചെയ്യാനില്ല അവിടെയെങ്കിലും ഈ ശക്തമായ ഇടത് വലത് പോരാട്ടം അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തി നിൽക്കുകയാണ്. ഈ CPM-ന്റെ കോട്ടകൊത്തളത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താന്റെ തേരോട്ടം എത്രത്തോളം അവസാന ലാപ്പിലും പ്രതിഫലിക്കുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. കാസർഗോഡിനെ CPM-ന്റെ കോട്ടകോത്തളം എന്ന് വിശേഷിപ്പിക്കുന്നത് അത്ര ശരിയാണോ? കാരണം കയ്യൂരും കരിവെള്ളൂരും എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു പഴയകാല പ്രതാപത്തിന്റെ പേരിൽ പഴയകാല കുറെ നേതാക്കന്മാർ ജീവിതത്യാഗ നേതാക്കന്മാരുണ്ടായിരുന്നത് കൊണ്ട് മാത്രം കെട്ടിപ്പടുത്ത സാധനം ആ സ്ഥാനത്തേക്ക് ഇന്ന് കുറെ കച്ചവടക്കാര് ജയരാജന്മാരും ഒക്കെ പാർട്ടിയുടെ അധികാര കേന്ദ്രങ്ങൾ പിടിച്ചടക്കിയപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്പിരിറ്റ് അല്ലെങ്കിൽ ഓജസ് അവിടെ നഷ്ടപ്പെട്ടു. 1967 കോൺഗ്രസിന് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടത്. 1967 കേവലം 9 സീറ്റ് മാത്രമായിരുന്നു കോൺഗ്രസിന്. പക്ഷെ അവിടുന്ന് കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരാൻ കാസർഗോഡുണ്ടായ പ്രക്ഷോഭങ്ങളും അവിടെയുണ്ടായ വെടിവയ്പും അവിടെയുണ്ടായ 2 രക്തസാക്ഷികളും സഹായിച്ചു. അവിടുന്ന് കോൺഗ്രസ് ആ വടക്കേ തുരുത്തിൽ നിന്ന് കോൺഗ്രസ് ആഞ്ഞടിച്ചു കയറുകയായിരുന്നു. അതിൽ പല കോട്ടകളും വീണു. അപ്പൊ കാസർഗോഡിന് കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിൽ UDF രാഷ്ട്രീയത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ഉണ്ണിത്താന്റെ വരവോടുകൂടി കാസർഗോഡ് മണ്ഡലത്തിൽ ഏറ്റവും അധികം ശ്രദ്ധേയമായത് വളരെ ശക്തമായ കോൺഗ്രസ് മുസ്ലിം ലീഗ് ഐക്യമാണ്. അതിന് കാരണം കോൺഗ്രസ് മുസ്ലിം ലീഗ് ഐക്യത്തെപ്പറ്റി നമ്മൾ ഇപ്പോൾ അതിന്റെ പ്രാധാന്യം കാണുന്നത് കണ്ണൂർ ജില്ലയിലെ പ്രത്യേകിച്ചും കാസർഗോഡ് മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ തമ്മിലും കോൺഗ്രസ് നേതാക്കന്മാർ തമ്മിലും മുസ്ലിം ലീഗ് നേതാക്കന്മാരും പല കാര്യങ്ങളായി തർക്കങ്ങളുണ്ടായിരുന്നു. പലരും വിചാരിച്ചിട്ടും ആ തർക്കങ്ങൾ പരിഹരിക്കാൻ പറ്റിയിട്ടുമില്ല. പ്രാദേശിക തർക്കങ്ങളായിരുന്നു അത്. അപ്പോൾ പ്രാദേശികമായി സ്വാധീനമുള്ള മറ്റൊരു നേതാവിനെ കൊണ്ട് നിർത്തിയിരുന്നെങ്കിൽ ഈ തർക്കങ്ങൾ അവിടെ പ്രതിഫലിക്കുമായിരുന്നു. മറിച്ച് ഉണ്ണിത്താൻ ഈ ചെളിക്കുണ്ടിൽ വീഴാതെ നേരെ വന്ന ഉണ്ണിത്താനാണ്. ഉണ്ണിത്താന് തന്റെ നേരായ പോക്ക് കാരണം മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും അണികളെ ഒരുമിച്ച് നിർത്താൻ ഒരു പരിധിവരെ സാധിച്ചു. അതിപ്പോൾ ഉണ്ണിത്താൻ ഒരു MP കാസർഗോഡ് ജില്ലയ്ക്ക് അല്ലെങ്കിൽ കാസർഗോഡ് മണ്ഡലത്തിന് ലോകസഭാ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കുറേ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് തെളിഞ്ഞു വന്നത് എന്നാണ് അവിടുത്തെ സാധാരണ ജനങ്ങളുടെ അഭിപ്രായം. MP ഉണ്ടായിരുന്നു, LDF-ൽ നിന്നുണ്ടായിരുന്നു, 84-ൽ കോൺഗ്രസിന്റെ രാമറയുണ്ടായിരുന്നു. അതിനു മുൻപ് വലിയൊരു ചരിത്രമുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. എല്ലാ MP-മാരും എന്ത് ചെയ്തു എന്നതിനപ്പുറം എന്തൊക്കെയോ ചെയ്ത ഒരു രാജ്മോഹൻ ഉണ്ണിത്താനെയാണ് കാസർഗോഡുകാർ നെഞ്ചോട് ചേർത്ത് വച്ചിരിക്കുന്നത്. അതിൽ രാഷ്ട്രീയമില്ല, അതിൽ മറ്റു സങ്കുചിത മനോഭാവങ്ങളില്ല. അങ്ങനെയുള്ള ഒരു രാജ്മോഹൻ ഉണ്ണിത്താന്റെ മുന്നിൽ ഏതൊരു സ്ഥാനാർത്ഥിക്കും പ്രസക്തിയില്ല എന്നുള്ളത് CPM മനസ്സിലാക്കി തന്നെയാകണം അത്രയ്ക്കൊരു പ്രസക്തനല്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത്. അവിടെ പാർട്ടിയുടെ സംഘടനാപരമായ ബലത്തിൽ മാത്രം വിശ്വസിച്ചാണ് ബാലകൃഷ്ണനെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും. പക്ഷെ മറിച്ച് ഏത് ജനതയും ഇഷ്ടപ്പെടുന്നത് ശാന്തമായ ഒരു അന്തരീക്ഷമാണ്. ചോരച്ചാലുകൾ നീന്തിക്കിടന്ന് ഒന്നും നേടാൻ ഇന്നത്തെ തലമുറ ആഗ്രഹിക്കുന്നില്ല. തലമുറയുടെ രക്ഷകർത്താക്കളും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ആ രാഷ്ട്രീയത്തിന് ബദലായി സമാധാനത്തിന്റെ രാഷ്ട്രീയം പറയുന്ന സ്നേഹത്തിന്റെ കടയിൽ നിന്നും ഇറങ്ങി വന്ന ഉണ്ണിത്താന് കാസർഗോഡിന്റെ പൊതു സ്വീകാര്യത തീർച്ചയായിട്ടും ഉണ്ടാവും. കാസർഗോഡിന്റെ ചരിത്രം ഒരു വലിയ രക്തസാക്ഷിത്വത്തിന്റെ ചരിത്രം കൂടിയുണ്ട്, അതും പിഞ്ചുമക്കളുടെ. അതായത് പഴയ സുധാകര അക്കിത്തായെയും ശാന്താറാം ഷേണായിയും ഒക്കെ
EMSന്റെ തോക്കുകൾക്ക് മുമ്പിൽ വീരമൃത്യു വരിച്ച ഒരു സമയമുണ്ടായിരുന്നു. അന്നു മുതലാണ് കാസർഗോഡ് സമര ചരിത്രങ്ങളുടെ ഒരു വിളനിലമായി മാറിയത്. ഏറ്റവും അവസാനം ഉണ്ണിത്താൻ അവിടത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ശരത്ലാലും കൃപേഷും പിടഞ്ഞു വീണ് ദിവസങ്ങൾ മാത്രമേ ആയിരുന്നുള്ളൂ. അങ്ങനെ വലിയ ത്യാഗ സമരത്തിന്റെ ചരിത്രം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് അവിടെ UDF ജനഹൃദയങ്ങളിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ അടുത്ത് പോയിരിക്കുന്നത് എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. രക്തസാക്ഷിത്വം കൊണ്ട് സൃഷ്ടിക്കുന്നതിൽ കൂടെ മാർക്സിസ്റ്റ് പാർട്ടി എന്താണോ കൊല ചെയ്ത് ആൾക്കാരെ കൂട്ടക്കുരുതി നടത്തി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്, അതിന് നേരെ വിപരീത ഫലമാണ് വടകരയിലും കാസർഗോഡും എന്തിന് കണ്ണൂർ പോലും നമ്മൾ കാണുന്നത്. കോൺഗ്രസ്സുകാർ പ്രതികളായി എന്ന് പറയുമ്പോൾ പോലും ആസൂത്രിതമായി പകയോടെ കൊല്ലാൻ വേണ്ടി ഒരു കോൺഗ്രസ്സുകാരും ആരെയും കാത്തിരുന്നിട്ടില്ല. മറിച്ച് ചിലപ്പോൾ സ്വയം പ്രതിരോധത്തിന് വേണ്ടി ചില ഏറ്റുമുട്ടലുകൾ കോൺഗ്രസ്സുകാർക്കും പങ്കാളികളായിട്ട് വന്നേക്കും. പക്ഷെ ഇത് എല്ലാ പാർട്ടികളുമായിട്ടും SDP-യുമായും വെൽഫെയർ പാർട്ടിയുമായും കോൺഗ്രസുമായും BJP-യുമായും ഏതെല്ലാം പാർട്ടികളുമായിട്ട് തങ്ങൾക്കെതിരായി എന്തെങ്കിലും സംസാരിക്കുന്നവരെ കൊന്നു തീർക്കാനുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ വ്യഗ്രത ഇത് അവർക്ക് തന്നെ ഇന്ന് വിനയാകും. ഇപ്പൊ ശൈലജ ടീച്ചർ വടകര ഇപ്പൊ ഇത്രയും ഈ വീറ് കാണിക്കുമ്പോൾ കുഞ്ഞനന്ദനെ ന്യായീകരിക്കുന്ന ശൈലജ ടീച്ചർ ഒരു ആണായിരുന്നെങ്കിൽ, ഒരു പുരുഷനായിരുന്നെങ്കിൽ ഇന്ന് ഈ കൂട്ടത്തിൽപ്പെട്ട ഏതെങ്കിലും പ്രതിപ്പട്ടികൾ ഇവരുടെ പേരും കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ട. അതുപോലെയാണ് പാർട്ടി അടിമകളാക്കി പാർട്ടി അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു കാസർഗോഡിന് മനസാന്തരം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഈ മുന്നേറ്റത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. കൊല്ലത്ത് നിന്ന് വന്നാൽ ഇവിടെ ജയിച്ചാലും തോറ്റാലും അദ്ദേഹം കൊല്ലത്തേക്ക് പോകും. കാസർഗോഡിന് ഒരു MP വേണമെങ്കിൽ കാസർഗോട്ടുകാരൻ തന്നെ ജയിക്കണമെന്നായിരുന്നു CPM-കാരുടെ 2019 മുദ്രാവാക്യം. പക്ഷേ കാസർഗോട്ടുകാരൻ ജയിച്ചതിനേക്കാളും ഒരുപക്ഷെ നമ്മളൊക്കെ കണ്ടതിൽ വെച്ച് MLA ആയാലും MP ആയാലും ആരൊക്കെ ഇതുവരെ കാസർഗോഡ് ജയിച്ചിരുന്നു, അവരൊക്കെ ചെയ്തതിനേക്കാളും ഒരു പടി മുന്നിലായിരുന്നു ഈ 5 വർഷവും രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് വളരെ വ്യക്തമാവുകയാണ്. അല്ല, കൊല്ലംകാരെ കുറിച്ച് അല്ലെ കൊല്ലത്തെ കുറിച്ച് സാധാരണ ഒരു പഴഞ്ചൊല്ലുണ്ട്, കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ട. കൊല്ലത്തിൽ ഇല്ലെന്ന് ഒരുത്തൻ സ്വന്തം വീട്ടിലേക്ക് പോകാൻ സാധാരണഗതിയിൽ താല്പര്യം കാണിക്കാനെന്ന് അത്രയ്ക്ക് മാത്രം ആകർഷകമാണ് കൊല്ലത്തിന്റെ സ്ഥിതി. പക്ഷെ രാജ്മോഹൻ ഉണ്ണിത്താന്റെ കാര്യത്തിൽ ഈ ചൊല്ല് നേരെ മറിച്ചാണ്. ഇല്ലം വിട്ടു വന്ന രാജ്മോഹൻ കാസർഗോഡിനെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അതെ, അപ്പൊ അങ്ങനെയുള്ളൊരു രാജ്മോഹൻ ഉണ്ണിത്താനെ സ്വീകരിക്കാൻ കാസർഗോഡും തയ്യാറായി നിൽക്കുന്നു എന്നുള്ളതിന്റെ സൂചന നമുക്ക് ഈ തെരഞ്ഞെടുപ്പിലുമുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 40,438 വോട്ടുകൾക്കാണ് കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ ജയിക്കുന്നത്. അതിന് ഘടകങ്ങളായി ഒരുപക്ഷെ ശബരിമലയും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും കാസർഗോഡ് ഇതിനെ സ്വാധീനിച്ചത് ഒന്ന് അന്നത്തെ ഇരട്ട കൊലപാതകം തന്നെയാണ്, കല്യോട്ട് പെരിയ ഇരട്ട കൊലപാതകം. അതൊന്ന് ഒഴിച്ചാൽ ഈ CPM-നെ കാസർഗോഡിന്റെ, പ്രത്യേകിച്ച് കാസർഗോഡ് കണ്ണൂർ ഭാഗങ്ങളിലും മലയോര മേഖലകളിലുമാണ് CPM-ന് വളരെ ശക്തമായ സ്വാധീനമുള്ളത്. അവിടെ എല്ലാ ഇടങ്ങളിലും CPM-ന് ശക്തമായ വെല്ലുവിളികൾ നേരിടുകയാണ് പാർട്ടി ഗ്രാമങ്ങളിൽ പോലും എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് നമുക്കന്ന് ലഭിച്ചത്. ഇനിയും ഒരു പക്ഷേ അതേ തരത്തിലേക്കാണ് കാസർഗോഡിന്റെ ഗ്രാമങ്ങൾ നീങ്ങുന്നത് എന്നുള്ളൊരു സംശയം കൂടിയുണ്ട്. അല്ല, കാസർഗോഡിന്റെ ഗ്രാമങ്ങളിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം, കാസർഗോഡിൽ ഈ മാറ്റം ഉണ്ടാകുമെങ്കിൽ നാളെ ഇത് കണ്ണൂരും വടകരയും കോഴിക്കോടും ഉണ്ടാകും. അതെ, ഇപ്പോൾ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഉണ്ണിത്താൻ അവിടെ ചെയ്യാൻ പറ്റിയ കാര്യം പ്രാദേശികമായി ഉണ്ടായ ഇത്തരം ഘടകകക്ഷികൾ തമ്മിലുണ്ടായ ഭിന്നതകളെ ഇല്ലാതാക്കാൻ പറ്റി എന്നുള്ളതാണ് ആദ്യത്തെ നേട്ടം. രണ്ടാമതൊരു നല്ല പ്രാസംഗികനാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അറ്റാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ വിമർശിക്കാൻ പറ്റിയ ഏറ്റവും നല്ല നാവുള്ള കോൺഗ്രസ്സുകാരൻ രാജ്മോഹൻ ഉണ്ണിത്താനാണ്. അപ്പൊ അതെല്ലാം ഇവിടെ എല്ലാം ചേർന്ന ഒരാളെ കിട്ടി. അത് തന്നെയാണ് കാസർഗോട്ടെ പ്രത്യേകിച്ച് കോൺഗ്രസിന് എപ്പോഴും, കോൺഗ്രസ് എണ്ണത്തിൽ നോക്കിയാൽ കോൺഗ്രസ്സുകാരാണ് കൂടുതലെങ്കിലും മുസ്ലിം ലീഗിന്റെ ഒരു അപ്രമാദിത്യം എപ്പോഴും കാസർഗോട്ട് UDF-ൽ കാണാം. കാരണം 2 MLA-മാർ അവർക്കുണ്ടാകുന്നു, ബാക്കിയുള്ള ഇടങ്ങളിൽ കോൺഗ്രസ് ആണ് മത്സരിക്കുന്നതെങ്കിലും തോൽക്കുന്നു. അങ്ങനെയുള്ള ഒരു ഇടത്ത് ഒരു MP ജയിച്ചു വരിക എന്നും ആ ജയിച്ചു വന്ന MP ശക്തനായ ഒരു നാവുള്ള, ഒരു പ്രതിരോധിക്കാനും പ്രതിഷേധിക്കാനും അതുപോലെ ഉന്നതങ്ങളിൽ പാർട്ടി എത്തിക്കാനും കഴിവുള്ള ഒരു നേതാവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കോൺഗ്രസ് ഒറ്റ രാജ്മോഹൻ ഉണ്ണിത്താനെ കൊണ്ട് കാസർഗോട്ട് വളരെയധികം മുന്നിലെത്തിയെന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ കാസർഗോട്ടെ കോൺഗ്രസ്സുകാർക്ക് രാജ്യസഭാ MP സ്ഥാനാർത്ഥിത്വം കിട്ടാറില്ല, അതുപോലെ തന്നെ MLA ജയിക്കാറില്ല.
പലയിടങ്ങളിലും പല ബോർഡ് 100ഓളം ബോർഡ് ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ സംസ്ഥാനത്ത് അതൊന്നും കാസർഗോട്ടേക്ക് വരാറില്ല. അങ്ങനെ പലപ്പോഴും കോൺഗ്രസ് പാർട്ടിക്കകത്ത് നിന്ന് തന്നെ വലിയൊരു തഴഞ്ഞ അവസ്ഥ ഉള്ളപ്പോൾ ആണ് കാസർഗോട്ടിന്റെ MP ആയി രാജ്മോഹൻ ഉണ്ണിത്താൻ വരുന്നത്. പ്രത്യേകിച്ച് കാസർഗോട്ടെ കോൺഗ്രസിന് വളരെ ശക്തമായ ഒരു മുന്നേറ്റം നടത്തിക്കൊടുക്കാൻ ഉണ്ണിത്താന്റെ വരവ് സാധിച്ചു. അതിനപ്പുറം അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ കൂടി ജനങ്ങളെ കോൺഗ്രസിലേക്ക് അടുപ്പിക്കുന്നത് അല്ലെങ്കിൽ UDF അടുപ്പിക്കുന്നതിൽ വളരെ സഹായകമായി തന്നെ പറയേണ്ടി വരും. രാജ്മോഹൻ ഉണ്ണിത്താന്റെ കാസർഗോഡിന്റെ സ്ഥാനാർത്ഥിത്വം മറ്റ് സ്ഥലങ്ങളിൽ ഇപ്പൊ മുരളീധരൻ വടകര വന്ന് മത്സരിച്ചതോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചെന്ന് മത്സരിച്ചതിൽ നിന്നും ഭിന്നമാണ്. ഉണ്ണിത്താന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ഉണ്ണിത്താൻ ഒരു ബലിയാടാണ്. തോൽക്കാൻ സാധ്യതയുള്ള നിയോജകമണ്ഡലങ്ങൾ മാത്രമാണ് നിയമസഭയിലേക്കാണെങ്കിലും പാർലമെന്റിലേക്കാണെങ്കിലും ആർക്കും മത്സരിക്കാൻ കിട്ടിയിരിക്കുന്നത്. ഉണ്ണിത്താന് മത്സരിക്കാൻ കിട്ടുന്നത്. അപ്പൊ ഈ വിഷമം മുഴുവൻ നെഞ്ചിൽ ഒതുക്കിക്കൊണ്ടാണ് ഉണ്ണിത്താൻ കാസർഗോഡേക്ക് വരുന്നത്. അത് രണ്ടും കൽപ്പിച്ചുള്ള ഒരു വരവായിരുന്നു. അതിപ്പം തന്നെ ചവിട്ടി മെതിച്ച അല്ലെ ആരാണെങ്കിലും അകത്തുനിന്നാണെങ്കിലും പുറത്തുനിന്നാണെങ്കിലും തന്നെ ഇല്ലാതാക്കാൻ അല്ലെ തന്നെ സൈഡ് ലൈൻ ചെയ്തവരെ കൂടി ഒരു പാഠം പഠിപ്പിക്കുക എന്നുള്ള വീറും വാശിയും ഒരു യഥാർത്ഥ കോൺഗ്രസ്സുകാരന്റെ വീറും വാശിയും ഉണ്ണിത്താൻ അവിടെ കാണിച്ചു. ഉണ്ണിത്താൻ പ്രതീക്ഷിക്കാത്ത പല കോട്ടകളും പിടിച്ചടക്കി. മുസ്ലിം ലീഗിന് ഉണ്ണിത്താനെ അംഗീകരിക്കേണ്ടി വന്നു. നാളെ ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ വിചാരിച്ചാൽ അവരുടെ പല താല്പര്യങ്ങളും ചിലപ്പോൾ അപകടത്തിലാകുമെന്നുള്ള തോന്നൽ കൂടി അവരിൽ പലരിലും ഉണ്ടായിട്ടുണ്ട്. അതെ, ഏതായാലും കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം നാളിതുവരെ കാണാത്ത രീതിയിൽ ഒരു മത്സരമില്ല എന്നുള്ള തരത്തിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം CPM-ന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ കോട്ടയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നുവെങ്കിലും ഒരു മത്സരം എന്തുകൊണ്ടോ ഉണ്ണിത്താന്റെ വലിയ രീതിയിലുള്ള സ്വാധീനം കൊണ്ടോ വികസനത്തിന്റെ ഒരു ഹബ്ബാക്കി ഒരു MP-ക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്ത് വളരെ ഭംഗിയായി MP എന്ന തന്റെ ഉത്തരവാദിത്വം നിറവേറ്റി 5ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ അദ്ദേഹത്തിന് കാസർഗോഡ് നൽകുന്ന ഒരു വലിയ അംഗീകാരം, അതുപോലെ തന്നെ CPM-ന്റെ സംഘടനാ ശക്തി കൊണ്ട് മാത്രം ജയിക്കാം അല്ലെങ്കിൽ അത് മാത്രമേ രക്ഷയുള്ളൂ, അല്ലാതെ സ്ഥാനാർത്ഥിയെ വലിയ രീതിയിൽ അവർ കാണിച്ചിട്ടില്ല, അത് സ്ഥാനാർത്ഥിയുടെ ചിലപ്പോൾ അത്ര പ്രസക്തനല്ല എന്നുള്ള കാര്യം കൂടി ഇതിലേക്ക് വരുന്നു. അതുകൊണ്ട് ഏതായാലും രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെയാണ് എല്ലാ സർവേകളും പറയുന്നത് പോലെ നമുക്കും മനസ്സിലാകുന്നത് കാസർഗോഡിന്റെ ഇനിയും MP ആയി വരാനുള്ളത് എന്ന് വളരെ വ്യക്തമാണ്.